തമിഴിൽ ഹാസ്യതാരമായി വലിയ രീതിയിൽ നമ്മളെ ചിരിപ്പിച്ച ഒരു നടനാണ് സൂര്യ. അദ്ദേഹം ഇപ്പോൾ മികച്ച ഈ ക്യാരക്ടർ കഥാപാത്രങ്ങൾ അത്തരത്തിൽ സ്വഭാവ നടനായി മാറി ഇപ്പോൾ നമ്മൾ അതിശയിപ്പിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിവാദം കത്തിപ്പടരുകയാണ്. അദ്ദേഹത്തിന്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഈ മലിനജലമെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം ഈ ഹോട്ടൽ നടത്തുന്നതായുള്ള വിവാദം വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ നടന്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും നമ്മൾ അതിനു മുന്നേ പറയേണ്ടത്, അതായത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളാണ് ഭക്ഷ്യവിഷബാധയായിട്ടുള്ള മരണം. കാരണം ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും പല ഹോട്ടലുകളും നമ്മൾ നോക്കിയാലും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവിടുത്തെ കിച്ചൺ ഉൾപ്പെടെ കിടക്കുന്നത്. പക്ഷെ കഴിക്കുന്നവർ കിച്ചൺ നോക്കുന്നില്ല. കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവിടെ വൃത്തിയില്ലായ്മയാണ് ആ കിച്ചണിൽ ഉണ്ടാകുന്നത്. പല സാധനങ്ങളും ചിലപ്പോൾ എലി വരെ ഇറങ്ങി ഓടുന്നത് നമുക്ക് കാണാം ആ കിച്ചണിൽ നിന്ന്. അത്രയും വൃത്തിഹീനമായിട്ടാണ് ഹോട്ടലുകളിലെ കിച്ചൺ കിടക്കുന്നത്. ഇനിയിപ്പോൾ പ്രമുഖ നടന്മാരുടെ ആണെങ്കിലും ഇപ്പം അല്ലാത്തവരുടെ ആണെങ്കിലും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മൾ പറയേണ്ട സാഹചര്യമില്ല. അതായത് ആരോഗ്യവകുപ്പ് എത്രത്തോളം ഹോട്ടലുകളാണ് പൂട്ടിച്ചതെന്ന് നമുക്കറിയാം. അതായത് ഷവർമ്മ കഴിച്ച ഒരു വിദ്യാർത്ഥിനി മരിച്ചപ്പോഴാണ് പല ഹോട്ടലുകളും പഴകിയ ഭക്ഷണമാണ് നൽകുന്നത് എന്നുള്ള ഒരു സത്യം പുറത്ത് വന്നത്. അപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് പല ഹോട്ടലുകളും പൂട്ടിച്ചു. ഒരുപാട് ഹോട്ടലുകൾ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ഇപ്പൊ തമിഴ്നാടിന്റെ കേസ് എടുത്താൽ, തമിഴ്നാടെന്ന് പറയുന്നത് ഫുഡിന്റെ കാര്യത്തിൽ തമിഴ്നാടിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. തമിഴ്നാട്ടിൽ എത്രത്തോളമാണ് വൃത്തിഹീനമായ ഒരു സാഹചര്യം ഉള്ളതെന്ന്. പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതും വളരെ ദുർഗന്ധപരമായിട്ടുള്ള സാഹചര്യമാണ് തമിഴ്നാട്ടിലെ ഹോട്ടലുകളിൽ പൊതുവേ ഉള്ളത്. അതായത് ഗ്രാമങ്ങളിലാണെങ്കിൽ നമ്മൾ നോക്കണ്ട, വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തമിഴ്നാടാണ് സൂര്യ. അദ്ദേഹം ഒരു കോമിക് ക്യാരക്ടേഴ്സിന്റെ ഒരു ബലത്തോടു കൂടിയാണ് അദ്ദേഹം സിനിമാ രംഗത്ത് തെളിയുന്നത്. എന്നിരുന്നാലും അദ്ദേഹം വളരെയധികം ശ്രമിച്ചു തന്നെയാണ് ഇപ്പോൾ ഒരു മുൻ താരനിരയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലയായിരുന്നു അദ്ദേഹത്തിന് ഒരു സൂപ്പർ താര പദവി അദ്ദേഹത്തിന് സ്വന്തമാക്കി കൊടുത്തത്. കാരണം അത്രയും മികച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് തന്നെ വിടുതലയെ പറയാം. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടെത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹോട്ടലുകളാണ്. തമിഴ് നടൻ സൂര്യയും അദ്ദേഹത്തിന്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മലിനജലം ഉപയോഗിച്ചാണ്, അതായത് മലിനജലത്തിന്റെ സമീപത്ത് വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന ഗുരുതര ആരോപണങ്ങളാണ് വരുന്നത്. കാരണം നമുക്കറിയാം ഒരു വൃത്തിയില്ലായ്മ എത്രത്തോളമാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കപ്പെടുന്നത്. കാരണം പല അസുഖങ്ങളുള്ളവരാണെങ്കിൽ നോക്കണ്ട, കാരണം അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ ഒരു വൃത്തിയില്ലായ്മയിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ എപ്പോഴും നമുക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതും ഈ ഫുഡ് കഴിച്ചാണ്. അത് എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ, ഇപ്പോൾ നമ്മൾ സൂര്യയുടെ കാര്യം പറയാൻ, അദ്ദേഹത്തിന്റെ അമ്മൻ ഉണവകം റെസ്റ്റോറന്റ്, അതായത് മധുരയിൽ ഉടനീളം ഒരുപാട് ഇടങ്ങളിലാണ് തമിഴ്നാടാണ് സൂര്യയുടെ അമ്മൻ ഉണവകം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇത് ആശുപത്രിക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ പല റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ആശുപത്രിക്ക് സമീപമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആശുപത്രികൾക്ക് വെളിയിൽ എന്തുമാത്രം വേസ്റ്റുകളാണ് തള്ളപ്പെടുന്നതെന്ന്. അവിടെ എന്തുമാത്രം പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻസിന് വേസ്റ്റ് ഒരുപാടായിരിക്കും ആശുപത്രിയുടെ സമീപത്തുണ്ടായിരിക്കും. നമ്മുടെ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ അതിനൊരു ഉദാഹരണമാണ്. നമുക്കതിൻ്റെ പരിസര പ്രദേശങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ ഈ സർക്കാർ ആശുപത്രികളുടെ അടുത്ത് സെപ്റ്റിക് ടാങ്കുകളുണ്ട്. അതായത് അവിടെ ഈ സെപ്റ്റിക് ടാങ്കുകൾ വേസ്റ്റ് ആണല്ലോ അടിയുന്നത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കുകളുടെ അടുത്ത് വെച്ചാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം നിർമ്മിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യാപകമായ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് പച്ചക്കറികൾ അരിയുന്നത് ഈ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് നിന്നാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെ ഈ സെപ്റ്റിക് ടാങ്കറുകളുടെ അടുത്ത് നിന്നാണ്. പിന്നീട് എലി, പാറ്റ, അതുപോലെയുള്ള ജീവികൾ വരെ ഇറങ്ങി ഓടുന്ന പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിനെതിരെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെയും ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു. കാരണം വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ എപ്പോഴും അറിയാലോ, അതായത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനമില്ലാതെ ആരോപിച്ചാൽ ഒന്നും എവിടെയും എത്തില്ല. ഇപ്പോൾ ഒരു അഭിഭാഷകൻ, അതായത് ഒരു അഭിഭാഷകൻ മുത്തുകുമാറാണ് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നൽകിയ പരാതിയിലാണ് ഇത് വ്യക്തമാക്കുന്നത്. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എലി, കരാപ്പൻ, പൂച്ച എന്നിവ കയറിയിറങ്ങുന്ന പ്രദേശത്ത് വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇത് രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്.
ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഗുണനിലവാരം ഇല്ലാത്ത ഭക്ഷണം ആശുപത്രിയിൽ അടക്കം വരുന്ന ഗർഭിണികൾക്കുൾപ്പെടെ, അതായത് ഗർഭിണികൾ, കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്യുന്നുണ്ട് ഈ ഹോട്ടൽ. അപ്പോൾ ഗർഭിണികൾക്ക് ഇത്രയും വൃത്തിഹീനമായ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ കണ്ടായിരുന്നു ഉത്തർപ്രദേശിലൊക്കെ ഗർഭിണികളൊക്കെ മരുന്ന് മാറി കുത്തിവെച്ച് ഗർഭിണികൾ മരിക്കുന്നുണ്ട്. പിന്നീടാണ് പുറത്ത് വരുന്നത്, അതായത് ഇവർ ആശുപത്രിയിലെ ഡോക്ടർമാർ മരുന്ന് മാറി കുത്തിവെച്ചാണ് ഇവർ മരിക്കുന്നത്. പക്ഷെ അവർ നേരത്തെ പറയുന്നത് ഈ ഗർഭിണികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ പ്രസവത്തിൽ തന്നെ മരിക്കുന്നതെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞുണ്ടാക്കുന്ന കാരണം. പിന്നീടാണ് അതിന്റെ പല സത്യങ്ങളും വെളിച്ചത്ത് വന്നത്. ഇപ്പോൾ ഈ സൂര്യയുടെ ഹോട്ടലുകളാണെങ്കിൽ ഇപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുന്നത്. കാരണം അതായത് നമുക്ക് വൃത്തിഹീനമായ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിന് വളരെയധികം ഗുരുതരമായി ബാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡിനെയാണ്, അതായത് ഹോട്ടൽ ഫുഡിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. കാരണം ആരും പ്രത്യേകിച്ച് ഫുഡ്, പണ്ടൊക്കെ ആണെങ്കിൽ നെല്ല് കൃഷി ചെയ്യുമായിരുന്നു, പല വെജിറ്റബിൾസും കൃഷി ചെയ്യുമായിരുന്നു മലയാളികളാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും. ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതലുമായിട്ട് എല്ലാം ആശ്രയിക്കുന്നത് തമിഴ്നാടിനെ, മറ്റ് ഉത്തർപ്രദേശ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളെയാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അധികവും ഈ പെസ്റ്റിസൈഡ്സ് കുത്തിവെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ അരികളും എല്ലാമാണ് വരുന്നത്. പിന്നീട് തീ പിടിച്ച വിലയും, അത് ചേട്ടനറിയാലോ. അപ്പോൾ ഇത്തരത്തിൽ വളരെ പെസ്റ്റിസൈഡ്സും രോഗമുണ്ടാക്കാൻ തരത്തിലുള്ള മാലിന്യങ്ങളും അതുപോലെ തന്നെ ഇത്തരം പെസ്റ്റിസൈഡ്സ് കുത്തിവെച്ചാണ് ഓരോ വസ്തുക്കളും, അതായത് ഓരോ ആഹാര പദാർത്ഥങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലും ഇപ്പോൾ അങ്ങനെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു വൃത്തിഹീനമായ അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് പലരും, അതായത് യുവാക്കൾ പോലും പലരും ക്യാൻസറിന് അടിമകളാകുന്നുണ്ട്, വൃക്കകൾ തകരാറിലാകുന്നതാണ്. നമുക്ക് RCC തന്നെ എടുത്തു നോക്കിയാൽ അവിടെ കൂടുതലും യുവാക്കളാണ്. കാരണം ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലും കാണുന്നത്. കാരണം ചെറുപ്പക്കാർ ഫാസ്റ്റ് ഫുഡിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. എന്നിരുന്നാൽ കൂടി കൂടുതൽ പേര് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിപ്പോൾ എന്തായാലും സർക്കാർ ഇതിനെതിരെ നടപടി എടുക്കണം. കാരണം ഇത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. കാരണം ആശുപത്രിയിൽ എത്തുന്നത് എത്രത്തോളം രോഗികളാണെന്ന് നമുക്കറിയാം. കാരണം ഗർഭിണികൾ മാത്രമല്ല, കുട്ടികളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, പിന്നീട് അപകടങ്ങളിൽ പറ്റി വരുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം ആശുപത്രികളിൽ ഒരാഴ്ചയെങ്കിലും താമസിക്കുന്നതാണ്. ഗർഭിണികളാണെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, പിന്നീട് വയസ്സായ ആൾക്കാരാണെങ്കിൽ അവരുടെ അസുഖം മാറുന്നത് വരെ അവരെന്തായാലും ആശുപത്രികളിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ആശുപത്രികളിൽ നമുക്ക് ഫുഡൊന്നും നിർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫുഡൊന്നും അവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കുടുംബാംഗങ്ങൾ വരുമ്പോഴായിരിക്കും ഫുഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന ഫുഡാണ്, മറ്റ് സംഘാടകരോ അങ്ങനെ എത്തിക്കുന്ന ഫുഡാണ്, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് നടനെ തന്നെ ബാധിക്കുമല്ലോ. ഇത്രയും പ്രസിദ്ധനായ ഒരു നടന്റെ ഹോട്ടലിൽ അപ്പോൾ അവർ ആ ഒരു ഇത് കാണിക്കുന്നത്, ആ ഇമേജ് കാണിക്കുന്നുണ്ട്. ആ ഹോട്ടലിന്റെ പേര് തന്നെ തകരുകയും ഈ നടന്റെ ഇമേജും തകരാനുള്ള ഒരു കാരണമായി ഇത്തരം പ്രവൃത്തികൾ കാരണം വഴിവെക്കുമല്ലോ. ഉറപ്പായിട്ട് ഇത്തരം പ്രവർത്തികൾ ഉറപ്പായിട്ടും വഴിവെക്കുക. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ആശുപത്രിയിൽ കിടക്കുന്നവരെല്ലാം ഹോട്ടലുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലുകൾ ഇങ്ങനെ വൃത്തിഹീനമായ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ ബാക്കി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ആ നടന്റെ ഹോട്ടലാണ് മികച്ചതായിരിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും ഈ കഴിക്കാൻ കയറുന്നവർക്ക് അതിന്റെ ഉള്ളിൽ കഴിക്കാൻ എത്തുന്നത്. മറിച്ച് ഈ ഇദ്ദേഹത്തിന്റെ ആ ഹോട്ടലില് നമുക്ക് കയറുന്നു, അവിടുത്തെ ഇത്തരം മോശമായ ഒരു അവസ്ഥ ആ നടന്റെ ഇമേജ് വരെ തകർക്കില്ലേ? നടന്റെ ഇമേജ് വരെ തകർക്കും. നമുക്കറിയാം ആ തെലങ്കാനയിൽ അല്ലു അർജുൻ മനഃപൂർവ്വമല്ലാതെ ഇരുന്നിട്ട് കൂടി ഒരു യുവതി മരിച്ചിട്ട് കൂടി അല്ലു അർജുൻ എത്രത്തോളമാണ് തെലങ്കാന പോലീസ് ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും സൂര്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ താരം പദവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിടുതലയിലെ പെർഫോമൻസ് വെച്ച്. അപ്പോൾ അദ്ദേഹത്തിന് റെസ്റ്റോറൻറ്റിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി ശക്തമാക്കുക തന്നെ ചെയ്യണം. കാരണം ഇതൊരു പാഠമാണ്. കാരണം വൃത്തിഹീനമായ ഭക്ഷണമല്ല ആളുകൾ കഴിക്കേണ്ടത്, വൃത്തിയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. കാരണം അതായത് നമ്മുടെ ശരീരത്തിൽ ഉതകത്തുള്ളൂ. വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊടുത്ത് ഹോട്ടലുകളിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു നടന്റെ ഹോട്ടലാണെങ്കിൽ കൂടി അവിടെ പാലിക്കേണ്ട വൃത്തിയുണ്ട്.
ആ വൃത്തിയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഒരു നടനാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാളാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. സൂര്യ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇതിനെതിരെ നടപടി ശക്തമാക്കണം. ഈ ഒരു നടപടി ശക്തമാക്കിയാൽ മറ്റു ഹോട്ടലുകൾക്കും ഇതൊരു അല്ലെങ്കിൽ മറ്റു ഹോട്ടലുകളും ഇതൊരു നടപടി ശക്തമാക്കിയില്ലെങ്കിൽ മറ്റു ഹോട്ടലുകളും ഇതൊരു പ്രചോദനമാക്കി എടുക്കും. സൂപ്പർ താരത്തിന്റെ ഹോട്ടലൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ തങ്ങളുടെ ഹോട്ടലും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി ശക്തമാക്കണം, ഇതിനെതിരെ അന്വേഷണം ശക്തമാക്കണം. മറ്റു ഹോട്ടലുകൾക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കണം.